നമസ്കാരം. മായി വേൾഡിലേക്കും ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. മുന്നോട്ട് നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് സിറ്റുവേഷനാണ്. അപ്പം ദ ഫുൾ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഏതൊരു സാഹചര്യത്തിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം. 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുമെങ്കിൽ മാത്രം എടുത്താൽ മതി, അതല്ലെങ്കിൽ വിട്ട് കളയാം. 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് അക്സെപ്റ്റ് ആവുകയാണെങ്കിൽ ഇതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ്. 3 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത കാർഡ് 9 ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് വഴി ചോദിച്ചാൽ മതി. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട്, ഞാൻ നോക്കുന്നുണ്ട്. 8 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാനത് നോക്കി പറഞ്ഞു തരുന്നതാണ്. എല്ലാവർക്കും എൻ്റെ അടുത്ത് എന്ത് വേണമെങ്കിലും സംശയം ചോദിക്കാം, കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. 6 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്. ഞാൻ സമയം കിട്ടുന്ന അനുസരിച്ച് ഞാൻ കാർഡ് വഴിയും ഞാൻ നോക്കി പറഞ്ഞു തരുന്നതാണ്. പേജ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ദ ഫുൾ എനർജി പറയുന്നത് അവരൊരു എടുത്തുചാട്ടത്തിൻ്റെ പുറത്ത് ഒരു ബുദ്ധിമോശ സമയത്ത് അവർ ഈ ഒരു ബന്ധത്തിൽ നിന്ന് സെപ്പറേറ്റഡായി മാറി നിൽക്കുകയാണ്. ഇപ്പം എടുത്ത തീരുമാനം തെറ്റായി പോയി എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം അകന്ന് നിന്നപ്പോഴാണ് അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു ഉള്ളിലുള്ളൊരു പെയിനും ഒക്കെ അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഒരു ഫ്രീഡം കൊതിച്ച് ഒരു മാസ്മരിക ലോകം കണ്ട് അവരെടുത്ത് ചാടി ഈ ബന്ധത്തിൽ നിന്ന് സെപ്പറേറ്റഡ് ആയതാണെന്നാണ് ഫുൾ എനർജി പറയുന്നത്. ഇപ്പോൾ അവർ അതിൽ മാനസികമായിട്ട് ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്, പെയിൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും പുറത്ത് കാണിച്ചില്ലെങ്കിലും അവർ ഒറ്റപ്പെടൽ അനുഭവിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് ചെയ്തിട്ടും മാനസിക വിഷമം കൊണ്ടും അവർക്ക് അവരുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. 3 ഓഫ് പെൻറ്റിക്കിൾസിൽ അവരുടെ ജോലിയിലായാലും അവരിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലൊന്നും അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. ഒരു ഒറ്റപ്പെടലാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിരാശയാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് രാത്രി ഉറക്കമില്ല, വല്ലാത്തൊരു പെയിനാണ് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് തീർച്ചയായും ഇപ്പം ഒരു എടുത്തു ചാടിയ വേറൊരു ഇതിൽ നമുക്ക് തിരിച്ച് കയറാൻ പറ്റത്തില്ലെന്ന് പണ്ടുള്ളവർ പറയും. ആ ഒരു സാഹചര്യമാണിപ്പം. വലിയ ഒരു ആളാണെന്നുള്ള ഒരു രീതിയിൽ ഇപ്പോൾ അവർ നിൽക്കുകയാണ്. അവരുടെ ഒരു ഞാനെന്ന ഭാവം അവർക്ക് അവരുടെ ഒരു ഞാനെന്ന ഭാവം എന്നുള്ളൊരു ഉള്ളിൽ കിടക്കുന്നതിൻ്റെ പേരിൽ നിങ്ങളോട് വന്ന് അടിയറവ് പറയാനായിട്ട് ഇപ്പോൾ ഒരു മനസ്സ് സമ്മതിക്കുന്നില്ല. അവർക്ക് തീർച്ചയായും നിങ്ങളിലേക്ക് ശക്തമായിട്ട് നിങ്ങളെ അവർ മനസ്സുകൊണ്ട് ഒരുപാട് തിരിച്ചു വരവ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ കൂടാതെ അവർക്ക് ജീവിക്കാൻ നിങ്ങളുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ മാനസികമായിട്ട് നമ്മളെ ശരീരം കൊണ്ട് എത്ര അകന്നാലും നമ്മളെ മനസ്സ്, നമ്മളെ യൂണിവേഴ്സ്, നമ്മളെ സോള്, നമ്മളെ എനർജി തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വെച്ചേക്കുകയാണെങ്കിൽ ഒരിക്കലും അത് വിട്ടു പിരിയാനായിട്ട് സാധിക്കത്തില്ല. അത് എത്രയായാലും ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അകന്നിരിക്കുമ്പോഴായിരിക്കും നമുക്കത് അറിയാൻ സാധിക്കുന്നത്. അടുത്തിരിക്കുമ്പോൾ നമുക്കത് അറിയാൻ സാധിക്കില്ല. നമ്മൾ അകന്നിരിക്കുമ്പോഴാണ് ആ വേദന എത്ര ഉണ്ടെന്ന്, ആ ഒരു ആക്കം എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആ വേദന അവർക്കിപ്പോൾ നല്ല രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അവർക്ക് നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരണമെന്നാണ് അവർ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ട് ഈക്വലി ബാലൻസ് ആയിട്ട് പോകണം. ആ പഴയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർത്ത് ഈക്വലായിട്ടൊരു ബാലൻസ്ഡ് ആയിട്ട് പോകണം. എല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് അവർ. 6 ഓഫ് പെൻറ്റിക്കിൾസ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം 8 ഓഫ് വാൺസ് പറയുന്നത് അവർ തീർച്ചയായും ഒരു ന്യൂ ഐഡിയ അവർ മനസ്സിൽ ചെയ്യുന്നുണ്ട്, ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി, ഒരു പുതിയ വഴി തുറക്കാൻ വേണ്ടി, നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും, ഒരു പുതിയ റിലേഷനും, ഒരു പുതിയ എനർജി, ഒരു പുതിയ തുടക്കത്തിലോട്ട് അവർ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവരതിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പം ഏത് നിമിഷവും നിങ്ങളടുത്തോട്ട് അവർ തിരിച്ച് വരാം. നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ ഒരു മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടാവാം, ഒരു ഫോൺ വിളിയിലോ ഒക്കെ ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ അവർ. എങ്ങനെയെങ്കിലും നിങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്ത് നിങ്ങളുമായിട്ട് ബാലൻസ്ഡ് ആയിട്ട് പോകണമെന്നാണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ ഒരു ത്രെഡ് വന്നേക്കുന്നത്. ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവുമെന്ന് അറിയില്ല. റെസനേറ്റ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി, അതല്ലെങ്കിൽ വിട്ടേക്കാം.
അപ്പോൾ ഇത് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ്. അപ്പം നമുക്ക് പെൻഡുലം റീഡിങ്ങിലൂടെയും കൂടെ ഒന്ന് നോക്കാം. അപ്പം ഇന്നത്തെ ഒരു റീഡിങ്ങിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ഒരു യോജിപ്പ് എത്രയും പെട്ടെന്നൊരു അടുപ്പം ഉണ്ടാവുമോ, ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവുമോ, എത്രയും പെട്ടെന്ന് അത് തിരിച്ചു വരുമോ അവരുടെ മനസ്സിൽ. ഞാൻ ഈ റീഡിങ് പോലെ തന്നെയാണ് അവരുടെ മനസ്സിൽ ആഗ്രഹം എന്ന് നമുക്ക് പെൻഡുലത്തോട് ചോദിക്കാം. പ്ലീസ് പെൻഡുലം, പ്ലീസ് പെൻഡുലം, പ്ലീസ് 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 മൂവ്, പ്ലീസ് മൂവ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ വ്യക്തിയുടെ മനസ്സിൽ ഒരു കറണ്ട് ആഗ്രഹം, ഒരു കറണ്ട് സിറ്റുവേഷൻ, അവരുടെ മനസ്സിലൊരു ആഗ്രഹം എത്രയും പെട്ടെന്ന് നടന്ന് കിട്ടുമോ, അവരുടെ വ്യക്തിയുമായിട്ട് നല്ലൊരു ജീവിതമാണോ ആഗ്രഹിക്കുന്നത് എന്ന് എനിക്ക് എൻ്റെ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കണം. പ്ലീസ് മൂവ്, പ്ലീസ് മൂവ്, പ്ലീസ് മൂവ് പെൻഡുലം, പ്ലീസ് മൂവ്. അവരുടെ ഒരു മനസ്സിൽ ആഗ്രഹം നടക്കുമോ എന്ന് എനിക്ക് എൻ്റെ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കണം. പ്ലീസ് പെൻഡുലം, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇതിനെനിക്കൊരു മറുപടി തരണം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണുമായിട്ട് ഒരു റീയൂണിയൻ ഉണ്ടാകുമോ, അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കുമോ എന്ന് എനിക്ക് എൻ്റെ വ്യൂവേഴ്സിന് ഒരു മറുപടി കൊടുക്കണം. പ്ലീസ് എനിക്കൊരു മറുപടി തരുമോ? പ്ലീസ് മൂവ്, പ്ലീസ് മൂവ്, പ്ലീസ് മൂവ്, പ്ലീസ് മൂവ്, പ്ലീസ് മൂവ്, പ്ലീസ്. ഓക്കെ, യെസ് എന്നാണ് പെൻഡുലം റീഡിംഗ് പറയുന്നത്. തീർച്ചയായും നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ആഗ്രഹം പോലെ തന്നെ യെസ്, ഒരു റീയൂണിയൻ അവർക്ക് നിങ്ങളെടുത്തോട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരും. ഒരു കോണ്ടാക്റ്റ് പ്രതീക്ഷിക്കാം. പ്ലീസ് സ്റ്റോപ്പ് പെൻഡുലം, പ്ലീസ് സ്റ്റോപ്പ്, പ്ലീസ് സ്റ്റോപ്പ്, പ്ലീസ് സ്റ്റോപ്പ്, പ്ലീസ് സ്റ്റോപ്പ്. ഓക്കെ, താങ്ക് യു പെൻഡുലം, താങ്ക് യു മൈ പെൻഡുലം. ഓക്കെ, താങ്ക് യു പെൻഡുലം. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഒരു സപ്പോർട്ടാണ് യൂണിവേഴ്സ് ആയാലും ഏഞ്ചൽസ് ആയാലും തരുന്നത്. നിങ്ങളുടെ സെപ്പറേഷൻ എത്രയും പെട്ടെന്ന് അവസാനിക്കും. പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടാവും. ഒരു മെസ്സേജോ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.